നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്തുകൾ. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശവും. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെ എന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ, കോട്ടയം ജില്ലയിലെ തലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കാർഷിക മേഖലയിലെ ഉന്നമനം, ആരോഗ്യരംഗത്തെ മികവ്, മാലിന്യ സംസ്കരണത്തിന് മികച്ച നേട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത്. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരനുണ്ട്. നമസ്കാരം ശ്രീമതി ജയ മുരളീധരൻ. ഇതുവരെയുള്ള ഭരണകാലയളവിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം, ഞാൻ ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാന ആളുകളാണ് പാലിയേറ്റീവ് രംഗത്തുള്ളവര്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിൽ പോയി പാലിയേറ്റീവ് പേഷ്യൻസിനെ കാണുകയും ഡോക്ടർമാരുടെ സേവനം കൃത്യമായി നമ്മൾ അവർക്ക് ലഭ്യമാക്കുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വീടുകളിലും പാലിയേറ്റീവ് പ്രവർത്തകർ എത്തുകയും അവർക്ക് ആവശ്യമായ ആയുർവേദ, ഹോമിയോ, മറ്റു മരുന്നുകളും എല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സേവനം, പാലിയേറ്റീവ് നഴ്സിന്റെ സേവനം നമുക്ക് ലഭ്യമാകുന്നു. അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ വീടുകളിൽ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അതുകൂടാതെ അതിദാരിദ്ര്യർക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആശ്രയ പദ്ധതി സർക്കാർ നടപ്പിലാക്കാതെ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ആശ്രയ പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നു. കൂടാതെ കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ് ചെങ്ങമനാട് പഞ്ചായത്തിൽ. കപ്രശ്ശേരി പാടശേഖരം ഏക്കർ കണക്കിന് നെൽകൃഷി ഉള്ള പഞ്ചായത്ത് വാർഡാണ് അത്. എൻ്റെ സ്വന്തം വാർഡായ കപ്രശ്ശേരി പാടശേഖരത്തില് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ള സ്ഥലമാണ്. അവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നെൽകൃഷിയുണ്ട്. ഒറ്റപ്പൂപ്പാണ് പ്രധാനമായി നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ മറ്റു പച്ചക്കറി, കപ്പ, മറ്റെല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ആ കൃഷി സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഈ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന പഞ്ചായത്താണ് ഈ ചെങ്ങമനാട് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നൂതന പദ്ധതികൾ ഈ പ്രാവശ്യം നമ്മൾ വച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം അധികമുണ്ട് ചില പ്രദേശങ്ങളിൽ. അതിന് പരിഹാരമായിട്ട് നമ്മൾ നിർമ്മാർജ്ജന പദ്ധതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള കൃഷികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള വളങ്ങളും വിത്തുകളും ലഭ്യമാകുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊയ്ത്തുത്സവം വയ്ക്കുന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു ഇഷ്ടമാണ്. കാരണം നെൽകൃഷി എന്ന് പറയുന്ന വിളഞ്ഞെടുക്കുന്ന പാടം എന്ന് പറയുന്ന ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. ഇന്ന് കപ്രശ്ശേരി പാടശേഖരത്തിൽ ഇന്ന് കൊയ്ത്തുത്സവമാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ആ കൊയ്ത്തുത്സവം നമ്മൾ ആഘോഷിച്ചു. ഇന്ന് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഏതായാലും മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ തോടുകളാലും ചിറകളാലും എല്ലാം ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് എന്നറിയാൻ സാധിക്കുന്നു. ഈ ഒരു പ്രദേശത്തിൽ ഈ ജനങ്ങളിലേക്ക് ഈ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ എത്തിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇതെല്ലാം നടപ്പിലാക്കുന്നുണ്ടോ? ചെങ്ങമനാട് പഞ്ചായത്തിൽ മഴക്കാലത്ത്
പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ടാവുന്ന പ്രദേശങ്ങളാണ്. അതിന്റെ പ്രധാനമായിട്ടും കൈതക്കാട്ട് ചിറ മലിനമായി കിടക്കുന്ന അവിടത്തെ കുളവാഴയും മറ്റും അവിടത്തെ വെള്ളം നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൈതക്കാട്ട് ചിറ, അതേപോലെ തന്നെ ചെങ്ങൽത്തോട്, ഈ തോടുകളെല്ലാം കുളവാഴകൾ കൊണ്ട് മലിനമായി കിടക്കുകയും അത് നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന ഇല്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ റീച്ചായിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുകയും അത് ചെയ്യുന്നത് മൂലം ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുകയും പല വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നത് നമ്മൾ സമയാസമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം സിയാലാണ് ചെയ്യുന്നത്. അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കൃത്യമായിട്ട് അതിന് ക്ലീനിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം വെള്ളപ്പൊക്കം ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പിട്ട് ജലജീവന്റെ കണക്ഷൻ നിലവിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഭാഗങ്ങളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു എങ്കിലും അതിൻ്റെതായ ചില പോരായ്മകൾ നിലവിലുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ചെങ്ങമനാട് പഞ്ചായത്തിൽ വെങ്കോലംകുന്ന് കോളനിയില് ഒരു പൊതു കിണർ ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും നമുക്ക് പുനർജീവിക്കാൻ സാധിച്ചു എന്നതുള്ള വലിയൊരു നേട്ടമാണ്. കാരണം അത്രത്തോളം ഇടിഞ്ഞ് താഴേക്കിരുന്ന ഒരു കിണർ ഒരുപാട് ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവർക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുടിവെള്ളം സ്രോതസ്സിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊരു നേട്ടം തന്നെയാണ്. ഒരു SC കോളനിയാണ്. ആ കോളനിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ കിണറിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്നൊരു ദിവസം അത് ഇടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതിനൊരു ഫണ്ട് വെച്ച് പക്ഷെ നടപ്പിലാക്കിയത് ഇപ്പൊ ഈ സമയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് ആ പ്രദേശവാസികൾക്ക്. തീർച്ചയായും ഇത്തരത്തിൽ വേനൽക്കാലമെല്ലാം വരാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ് തന്നെ അവർ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്രത്തോളം വീടുകളെല്ലാം ആളുകൾക്ക് വീടുകൾ നൽകാൻ സാധിച്ചു, എത്രത്തോളം ആളുകളിലേക്ക് ഈ ഒരു പദ്ധതികളെല്ലാം എത്തുന്നുണ്ട്? ഭൂരഹിത ഭവനരഹിത പദ്ധതികളിൽപ്പെടുത്തി നമ്മുടെ ലൈഫ് പദ്ധതി നല്ല രീതിയിൽ തന്നെ ഒരു 125ഓളം വീടുകൾ പൂർണ്ണമായും നമ്മൾ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു 139-40 എണ്ണത്തോടെ അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ ഞങ്ങളുടെ കാലയളവ് തീരുന്നതിന് മുമ്പ് ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളൊരു സ്വപ്നം കൂടി ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും പരിശ്രമിക്കുന്നുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടി സ്ഥലം വാങ്ങാനായിട്ട് ഫണ്ട് വച്ചിട്ടുണ്ട്. ഭൂരഹിതർക്ക് പരമാവധി കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ചരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നാലെയാണ് സംസ്ഥാനം ഒട്ടാകെയുള്ളത്. അത്തരത്തിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ഗ്രാമീണ തലത്തിൽ ഈ ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? തീർച്ചയായിട്ടും 2025 മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെ ജൈവ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ അത് വളമാക്കി നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മുടെ ചെടികൾക്കും വളമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ ബയോബിന്നുകൾ വിതരണം ചെയ്തു. നമ്മൾ ഒരു ഘട്ടം 2 ഘട്ടം ബയോബിന്നുകൾ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ 3ാം ഘട്ടം നമ്മൾ വിതരണം ചെയ്യും. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ മികവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗ്രാമീണ റോഡുകളും അവിടെയെല്ലാം വഴിവിളക്കുകളെല്ലാം സ്ഥാപിക്കാൻ ഉള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ?
പരമാവധി നമ്മുടെ വാർഡുകളിൽ ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചതുമുണ്ട്, പഴയതുമുണ്ട്. വീണ്ടും ഇല്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ പുതിയതായിട്ട് സ്ഥാപിച്ചും പരമാവധി മെയിൻ്റനൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മെയിൻ്റനൻസ് പാർക്കുകളും പുതിയതായിട്ട് സ്ഥാപിക്കുന്നതും ഉണ്ടാകും. നിരവധി നേട്ടങ്ങളാണ് പഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട നിരവധി വെല്ലുവിളികളെല്ലാം നിങ്ങൾ നേരിടുന്നുണ്ടാവും. എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നിങ്ങൾ പ്രധാനമായും നേരിടുന്നത്? പ്രധാനമായും നമ്മൾ നേരിടുന്ന നമ്മളുടെ പഞ്ചായത്തിൽ ജലജീവന് വേണ്ടി കുഴിച്ചിട്ടുള്ള റോഡുകൾ പലതും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതിന്റെ ടെൻഡർ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ഒരാളല്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. തീർച്ചയായിട്ടും ഒന്താർ എന്നൊരു കമ്പനിയാണ്. ആ കമ്പനി നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിലാണ്. ഞങ്ങൾ നമ്മുടെ MLA ആയി ഉൾപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പിൽ ഓവർ ഉൾപ്പെടെ നമ്മുടെ ഏതാണ്ട് ഒരു 10-20 റോഡുകളോളം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഈ റോഡുകൾ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഫണ്ട് ലാപ്സ് ആകുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങൾ എന്തായാലും അതിന്റെ പിന്നാലെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ റോഡുകളുടെ വർക്കുകൾ പൂർത്തീകരണമാകുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ പുതിയ പുതിയ വർക്കുകൾ പല സ്ഥലങ്ങളിലേക്കും വഴികൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെയുള്ള ഈ ജലജീവൻ കുഴിച്ച റോഡുകളുടെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പരമാവധി ചെയ്യുന്നു. നമ്മൾ ലഭ്യമാകുന്ന ഫണ്ടുകൾ ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം തന്നെ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തട്ടെ, അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കായുള്ള പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? നമ്മൾ SC വിഭാഗക്കാർക്കായിട്ടുള്ള വിജയവേരി ുള്ള സ്കോളർഷിപ്പ്, അതുകൂടാതെ ലാപ്ടോപ്പ്, മറ്റെല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ സമയബന്ധിതമായി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയുള്ള സേവന മനസ്ഥിതിയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. തീർച്ചയായിട്ടും അത് അവർക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? നിലവിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന്റെ ഒരു അംഗീകാരം ലഭ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഒത്തിരി വിലയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് വയോരക്ഷ ഉൾപ്പെടെ പ്രസവരക്ഷ, യോഗ എന്നുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് ലഭ്യമാണ്. എങ്കിലും അത് തുടർന്നുണ്ടാകും. നിലവിൽ യോഗ ക്ലബ്ബുകൾ എല്ലാ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ക്ലബ്ബുകളുടെ സേവനം അവിടുത്തെ പ്രദേശവാസികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി ലഭിക്കും. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരുടെ രോഗപ്രതിരോധ ശക്തിക്കും അത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണോ ഇത്? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ മംഗലപ്പുഴ പാർക്ക് ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ആളുകൾക്ക് വന്നിരിക്കുന്നതിനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എയർപോർട്ട് തൊട്ടരികിലാവുന്നുണ്ട്. ഭാവിയിൽ അവിടെ ആളുകൾക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പഞ്ചായത്തിൽ ഡിജിറ്റൽ സാക്ഷരത
നേടിയ ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വയോജനങ്ങൾക്കായി ഡിജിറ്റൽ സാക്ഷരത നടത്തും. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. സാധാരണക്കാരായ വയോജനങ്ങൾക്ക് അവർക്ക് കമ്പ്യൂട്ടർ പരിശീലനം ഉൾപ്പെടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ മികവുറ്റതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജയ മുരളീധരൻ.